നമ്മൾ ഡെയിലി വർക്കൊക്കെ കഴിഞ്ഞ് വെയിലത്ത് നടന്നും ബസ്സിൽ തിങ്ങി ഞെരുങ്ങി ഇരുന്നും നിന്നുമൊക്കെ വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്കൊരു ആനേനെ തിന്നാനുള്ള വിശപ്പുണ്ടാകും. പക്ഷെ വീട്ടിൽ പാപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ കടയിൽ കയറി ഒരു ബിസ്ക്കറ്റും പഞ്ചസാരയൊക്കെ വാങ്ങിച്ച് ഞാനങ്ങ് നടന്നു. ഇനി ദേ അവിടം വരെ ഞാൻ നടക്കണം. ഈ സാഹചര്യത്തിലാണ് ഒരു ചക്രമുള്ള ഷൂ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിക്കുന്നത്. വീട്ടിലേക്ക് എത്തി ഒരു ചായയും ബിസ്ക്കറ്റും കഴിച്ചപ്പോഴാണ് കേട്ടോ എനിക്ക് സമാധാനമായത്. എനിക്കിന്നൊരു മാങ്ങ കിട്ടി. അത് ഞാനും ടീംസും ഒക്കെ ആയിട്ട് ഉപ്പും മുളകും ഇട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ പൊന്നൂസ് എന്നെ വിളിച്ചത്. ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച, എല്ലാം പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് നേരെ മാങ്ങയും ഉപ്പും മുളകൊക്കെ കൂട്ടി ഞങ്ങൾ കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് എക്കോ വന്നപ്പോഴത്തേക്കും എക്കോയ്ക്ക് 2 ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ടോ. നമുക്ക് ഈ ചൂടായതുകൊണ്ട് എക്കോയുടെ കണ്ണിൽ ഇങ്ങനെ പീള കെട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചടപടേന്ന് വേഗം എൻ്റെ പണിയൊക്കെ തീർത്തിട്ട് എക്കോനെ കുളിപ്പിക്കാനായിട്ട് പോയിട്ടോ. ഇത് എക്കോയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ മാത്രം ഉപയോഗിക്കുന്ന കുക്കറാണ് കേട്ടോ. പിന്നെ അരിയൊക്കെ ഇട്ട് എനിക്കിങ്ങനെ പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്തെ ഞാനിങ്ങനെ സൈഡിൽ ഫോൺ ചാരി വെച്ച് സിനിമയൊക്കെ കണ്ടിട്ടാണ് കേട്ടോ കറിക്കൊക്കെ അരിയുന്നത്. പിന്നെ ചേച്ചി വന്ന് കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് സഹായിച്ചു. അങ്ങനെ ചിക്കൻ കറിയും ചോറും കഴിച്ചപ്പോഴാണ് ഒരു സമാധാനമായത്.